അവൾ കുത്തിവെച്ചിരുന്ന സിറം പരാജയപ്പെട്ട് ആ പെൺകുട്ടി ഇപ്പോൾ ഒരു സോംബിയായി മാറിയിരിക്കുകയാണ്. ആ രാത്രിയിൽ ജനക്കൂട്ടത്തിനിടെ തെരേസ തോമസിനെ കാണാനിടയായി. അവൾ തോമസിനെ പിന്തുടർന്നു. നിനക്കെന്നെ ചതിച്ചതിൽ കുറ്റബോധമുണ്ടോ എന്ന് തോമസ് അവളോട് ചോദിച്ചു. ഉണ്ടെന്ന് തെരേസ മറുപടി നൽകി. പൊടുന്നനെ പുറകിൽ നിന്നും ഗാലി അവളെ പിടികൂടുകയാണ്. ശേഷം അവർ അവളെ ചോദ്യം ചെയ്യാനായി പഴയൊരു പള്ളിയിലേക്ക് കൊണ്ടുപോയി. മിന്നുവും ബാക്കി 28 തടവുകാരും സബ് ലെവൽ 3-ലുണ്ടെന്നും അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ വിരലടയാളം ആവശ്യമാണെന്ന് തെരേസ അവരെ അറിയിച്ചു. അതിനായി അവളുടെ വിരൽ മുറിച്ചെടുത്ത് അവളെ ഒഴിവാക്കാമെന്ന് ഗാലി കണക്ക് കൂട്ടി. എന്നാൽ തോമസ് അതിനു സമ്മതിച്ചില്ല. അവൻ അവളെക്കൊണ്ട് അവിടെയുണ്ടായിരുന്ന യുവാക്കളുടെ കഴുത്തിലുള്ള ട്രാക്കറുകൾ നീക്കം ചെയ്യിപ്പിച്ചു. ഈ ഒരു സമയത്ത് തെരേസ മുൻപ് രോഗബാധിതയായിരുന്ന ബ്രണ്ടയെ അവിടെ കാണാനിടയായി. തോമസിൻ്റെ രക്തത്തിന് ആ ഒരു വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. അവനത് ബ്രണ്ടയിലേക്ക് കുത്തിവയ്ക്കുന്നുണ്ടാകുമെന്ന് തെരേസ കണക്ക് കൂട്ടി. എന്നാൽ തോമസ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവളോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അവരറിയാതെ തെരേസ തോമസിൻ്റെ രക്തം പുരണ്ടിരുന്ന ഒരു തുണി മോഷ്ടിച്ചിരുന്നു. പിന്നീട് അവർ സൈനികരുടെ വേഷം ധരിച്ച് തെരേസയോടൊപ്പം നഗരത്തിലേക്ക് നീങ്ങി. തെരേസ കൂടെയുള്ളതിനാൽ അവരെ ആരും സംശയിച്ചിരുന്നില്ല. ഗാലി പിന്നീട് അവിടെ നെറ്റ്വർക്ക് ജാമാക്കാനുള്ള ഒരു ഉപകരണം സ്ഥാപിച്ചു. ഈ ഒരു സമയത്ത് മ്യൂട്ട് ചുമയ്ക്കുകയും അവന് രോഗബാധയുണ്ടെന്ന് തെരേസ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്ത് ലോറൻസിൻ്റെ ആളുകൾ നഗരത്തിൻ്റെ സുരക്ഷാ നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. ഇതേസമയം ഗാലിയും കൂട്ടരും സബ് ലെവൽ 3-ലേക്ക് ഓടുകയായിരുന്നു. അവർ അവിടെയുണ്ടായിരുന്ന ഗാർഡുകളെയെല്ലാം ഞൊടിയിടയിൽ തന്നെ കീഴ്പ്പെടുത്തി. അങ്ങനെ അവർ അവിടെയുണ്ടായിരുന്ന തടവുകാരെയെല്ലാം സെല്ലുകളിൽ നിന്നും മോചിപ്പിക്കുകയാണ്. എന്നാൽ അപ്പോഴും അവിടെ മിന്നു ഉണ്ടായിരുന്നില്ല. തെരേസ കമ്പ്യൂട്ടർ പരിശോധിക്കുകയും മിന്നുവിനെ മറുവശത്തുള്ള ലാബിലേക്ക് കൊണ്ടുപോയതായി മനസ്സിലാക്കുകയും ചെയ്തു. അതീവ ക്ഷീണിതനായിരുന്ന മിന്നുവിനെ അവർ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് സംഘം തിരിച്ചറിഞ്ഞു. മ്യൂട്ടും തോമസും തങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാനായി തെരേസയെ നിർബന്ധിച്ചു. ഈ ഒരു സമയത്ത് ഗാലി അവിടെയുണ്ടായിരുന്ന സിറം സൂക്ഷിച്ചിരുന്ന വാതിൽ തുറക്കാനായി ശ്രമിക്കുകയായിരുന്നു. മൂവരും ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ജാൻസൺ എന്ന അവിടുത്തെ മറ്റൊരു സ്റ്റാഫും അതിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു. തോമസിനെ നഗരത്തിൽ വെച്ച് കണ്ടുവെന്ന് അയാൾ തെരേസയോട് പറഞ്ഞു. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് തെരേസയും തോമസും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി. ദേഷ്യത്തോടെ തോമസ് തൻ്റെ മുഖം മൂടി അഴിച്ചുമാറ്റി. എന്നാൽ അത് സംശയം തോന്നിയവരുടെ പിന്നാലെ വന്നിരുന്ന ജാൻസൺ കാണാനിടയായി. താമസിയാതെ തന്നെ കൂടുതൽ ഗാർഡുകൾ അവിടേക്ക് ഓടിയെത്തി. അത് കണ്ടതോടെ തോമസ് തെരേസയെ ബന്ദിയാക്കാനായി ശ്രമിച്ചു. അതോടെ തെരേസ അവനെ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാതിലിന് പുറകിലേക്ക് തള്ളിയിട്ടു. തോമസും കൂട്ടരും അവിടെ നിന്നും ഓടിമാറി. അവരെ കൊടുക്കാനാണ് താൻ അപ്രകാരം ചെയ്തതെന്ന് തെരേസ ജാൻസനോട് പറഞ്ഞു. ജാൻസന്റെ നിർദ്ദേശപ്രകാരം കെട്ടിടത്തിലെ സുരക്ഷാ അലാം ഓണാക്കി. ഇതേസമയം ഗാലി അവിടെയുണ്ടായിരുന്ന സിറം കൈക്കലാക്കി കുട്ടികളെയും കൂട്ടി രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ ഒരു സമയത്ത് ബ്രണ്ട അവരെ സിറ്റിയിൽ നിന്നും പുറത്തെത്തിക്കാനായി ഒരു ബസ് മോഷ്ടിച്ചിരുന്നു. അവർ രക്ഷപ്പെടാൻ ഒരുങ്ങിയെങ്കിലും തോമസും മ്യൂട്ടും ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. ബ്രണ്ടയോട് ബസ്സിൽ കാത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഗാലി തോമസിനെയും മ്യൂട്ടിനെയും അന്വേഷിച്ച് തിരിച്ചുപോയി. എന്നാൽ അല്പസമയത്തിനകം തന്നെ ഒരു കൂട്ടം സൈനികർ അവിടേക്ക് പാഞ്ഞെത്തി. അതോടെ വാഹനവുമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ ബ്രണ്ട നിർബന്ധിതയായി. എന്നാൽ ഈ ഒരു സമയത്ത് തോമസിനെയും മ്യൂട്ടിനെയും ജാൻസനും കൂട്ടരും കണ്ടെത്തിയിരുന്നു. ഇരുവരും സുഹൃത്തായ മിന്നുവിനെ തിരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അവർ മിന്നുവിനെ വിളിക്കുന്ന ശബ്ദം ലാബിലുണ്ടായിരുന്ന മിന്നു കേട്ടിരുന്നു. അതോടെ അവൻ അവിടെയുണ്ടായിരുന്നൊരു ശാസ്ത്രജ്ഞനെ ഉപദ്രവിച്ചു. തനിക്കു നേരെ പാഞ്ഞു വന്ന സൈനികനെ മിന്നു ചവിട്ടി വീഴ്ത്തി. ശേഷം മിന്നു അവിടെയുണ്ടായിരുന്ന അവശേഷിച്ച ശാസ്ത്രജ്ഞനെയും മയക്കമരുന്ന് കുത്തി മയക്കി. സൈനികരുമായി ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനിടെ മ്യൂട്ടിൻ്റെയും തോമസിൻ്റെയും വെടിയുണ്ടകൾ തീർന്നുപോയി. അതോടെ മ്യൂട്ട് കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് സൈനികർക്കു നേരെ പ്രയോഗിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് മറ്റൊരു സൈനികൻ തോക്കുമായി
അവരുടെ പക്കലേക്ക് പാഞ്ഞെത്തുകയാണ്. ഈ സമയത്ത് മിന്നു അവിടേക്ക് പാഞ്ഞെത്തി ആ സൈനികനെ ജനൽ വഴി പുറത്തേക്കെറിഞ്ഞു. മൂവരും അവിടേക്ക് ഇരച്ചെത്തിയിരുന്ന സൈനികരുടെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഒരു നേരത്ത് ജാൻസൺ മറ്റു സൈനികർക്കൊപ്പം അവിടേക്ക് ഓടിയെത്തി. മറ്റു നിർവാഹമില്ലാതെ മൂവരും അവിടെ ഉണ്ടായിരുന്നൊരു മുറിയിൽ കയറി ഒളിച്ചു. എന്നാൽ അല്പസമയത്തിനകം തന്നെ സൈനികർ ആ ഒരു വാതിൽ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മറ്റു മാർഗമില്ലാതെ മൂവരും താഴെയായി ഉണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടി. എന്നാൽ സ്വിമ്മിംഗ് പൂളിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കൂടുതൽ സൈനികർ അവിടേക്ക് ഓടിയെത്തി. എന്നാൽ ഈ ഒരു സമയത്ത് അതിലെ ഒരു സൈനികൻ കൂടെയുണ്ടായിരുന്ന സൈനികരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയാണ്. പിന്നീട് അയാൾ മുഖംമൂടി അഴിക്കുമ്പോഴാണ് അത് ഗാലിയാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. ഈ ഒരു സമയത്ത് ബ്രണ്ട ബസ്സുമായി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള തീവ്രമായ ശ്രമത്തിലായിരുന്നു. ഈ ഒരു സമയത്ത് അവൾക്ക് പുറകിലായി കൂടുതൽ സൈനിക വാഹനങ്ങൾ എത്തിയിരുന്നു. പിന്നീട് താൻ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടതായി ബ്രണ്ട തിരിച്ചറിയുകയാണ്. അതോടെ ബ്രണ്ട ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. അവൾ തൻ്റെ പക്കലുണ്ടായിരുന്ന ഫ്ലയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ചു. ഈ കാഴ്ച കണ്ട് ബ്രണ്ടയുടെ കൂട്ടാളിയായ ഫ്രൈപാൻ എന്ന യുവാവ് ക്രെയിൻ ഉപയോഗിച്ച് ഒരു ലോഹക്കുളത്ത് അവിടേക്കിട്ടു. ഉടൻ തന്നെ ബ്രണ്ട അത് ബസ്സുമായി ബന്ധിപ്പിച്ച് ബസ്സിൻ്റെ അകത്തേക്ക് കയറി. അതോടെ ഫ്രൈപാൻ ക്രെയിൻ ഉപയോഗിച്ച് ആ ഒരു ബസ് മുകളിലേക്ക് ഉയർത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ബസ്സിൻ്റെ ഭാരം മൂലം അതിൻ്റെ ബമ്പർ തകരാൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ അപ്പോഴേക്കും ഫ്രൈപാനെ ആ ബസ് നഗരത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനായി സാധിച്ചിരുന്നു. ഈ ഒരു സമയത്ത് തെരേസ ലാബിൽ തോമസിൻ്റെ രക്തം പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതോടെ അവൾക്ക് അവൻ്റെ രക്തത്തിന് സോംബി വൈറസിനെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ തെരേസ ഈ ഒരു കാര്യം തൻ്റെ സീനിയർ സയൻറ്റിസ്റ്റായ അവയെ അറിയിക്കുകയും എത്രയും വേഗം തോമസിനെ കണ്ടെത്തണമെന്ന് അവളോട് പറയുകയും ചെയ്തു. കുട്ടികളെയും കൂട്ടി ഒളിത്താവളത്തിലേക്ക് തിരിച്ചെത്തിയ ബ്രണ്ടയ്ക്കും ഫ്രൈപാനും അവിടെ ആരെയും കാണാനായി സാധിച്ചിരുന്നില്ല. കാരണം ലോറൻസ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം കൂട്ടി നഗരം തകർക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ലോറൻസ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ട്രക്കിന് മുകളിലായി കയറി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടം നഗരം ലക്ഷ്യമാക്കി ഓടാൻ ആരംഭിച്ചിരുന്നു. സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നതിനാൽ നഗരത്തിലുണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങൾക്ക് അവരെ തടയാനായി സാധിച്ചിരുന്നില്ല. കാവൽ നിന്നിരുന്ന സൈനികർ നിറയൊഴിച്ചെങ്കിലും അവർക്ക് തോമസിനെ തടയാനായി കഴിഞ്ഞില്ല. തോമസ് തൻ്റെ ട്രക്കടിച്ചു കയറ്റി നഗരത്തിൻ്റെ കവാടം തകർത്തു. അങ്ങനെയുണ്ടായ വിടവിലൂടെ ജനക്കൂട്ടം നഗരത്തിലേക്ക് പാഞ്ഞു കയറി. ഒരു സമയത്ത് മ്യൂട്ടിൻ്റെ രോഗം മൂർച്ഛിച്ച് തുടങ്ങിയിരുന്നു. അതേസമയം ജനക്കൂട്ടത്തെ നേരിടാൻ പോലീസും പാഞ്ഞെത്തിയിരുന്നു. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂവരും പിന്നീട് ഒളിക്കാനായി ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു. തോമസ് ബ്രണ്ടയെ വിളിച്ച് എത്രയും വേഗം രക്ഷപ്പെടാനായി അറിയിച്ചു. എന്നാൽ അവരില്ലാതെ രക്ഷപ്പെടാൻ ബ്രണ്ട ഒരുക്കമായിരുന്നില്ല. ഒരു സമയത്ത് ജോർജും വിനുസും അവർ മോഷ്ടിച്ചിരുന്ന വിമാനത്തിൽ ബ്രണ്ടയുടെ പക്കലേക്കെത്തി. തോമസിനെ കൂടി രക്ഷിക്കണമെന്ന് ബ്രണ്ട അവരോട് ആവശ്യപ്പെട്ടു. തോമസും കൂട്ടരും ബ്രണ്ടയും കുട്ടികളും രക്ഷപ്പെട്ടിരുന്ന ആ ഒരു വിമാനം കാണാനിടയായി. എന്നാൽ ഈ ഒരു സമയത്ത് മ്യൂട്ട് അതീവ ക്ഷീണിതനായി മാറിക്കഴിഞ്ഞിരുന്നു. അതോടെ തോമസ് മിന്നുവിനോടും ഗാലിയോടും സ്രവുമായി അവിടെ നിന്നും രക്ഷപ്പെടാനായി പറയുകയാണ്. മ്യൂട്ട് തോമസിനെ തൻ്റെ മാല നൽകിക്കൊണ്ട് തന്നെ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ തോമസ് അവനെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ അല്പസമയത്തിനകം തന്നെ മ്യൂട്ട് ബോധരഹിതനായി നിലത്തു വീണു. ഈ നേരത്തെ തെരേസ നഗരത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. തോമസിൻ്റെ രക്തം ഉപയോഗിച്ച് സോംബി വൈറസിനെതിരായ വാക്സിൻ നിർമ്മിക്കാൻ സാധിക്കുമെന്നും അങ്ങനെ മ്യൂട്ടിനെ രക്ഷിക്കാമെന്നും അതിനായി തോമസ് തൻ്റെ പക്കലേക്ക് വരണമെന്നും അവൾ അനൗൺസ്മെൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മിന്നുവും ഗാലിയും വിമാനത്തിലേക്ക് എത്തിയിരുന്നു. അതേനേരം മ്യൂട്ട് സോംബിയായി മാറിക്കൊണ്ട് തോമസിനെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു. ഇടയ്ക്ക് ബോധം വന്ന മ്യൂട്ട് തന്നെ കൊല്ലണമെന്ന് തോമസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ തോമസ് അതിനൊരുക്കമായിരുന്നില്ല. മ്യൂട്ട് പിന്നെയും തോമസിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. ഇതിനിടെ മ്യൂട്ട് ഒരു കത്തി ഉപയോഗിച്ച്
തോമസിനെ കുത്തിക്കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. അതോടെ തോമസ് മ്യൂട്ടിനെ ചവിട്ടി വീഴ്ത്തി. സംഘട്ടനത്തിനിടെ മ്യൂട്ടിൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി അവൻ്റെ ദേഹത്തേക്കു തന്നെ കുത്തിക്കയറി. അതോടുകൂടി മ്യൂട്ട് മരണമടയുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് തോമസ് വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് സ്രവുമായി ബ്രണ്ടയും കൂട്ടരും അവിടേക്കെത്തുന്നത്. പക്ഷേ വല്ലാതെ വൈകിപ്പോയിരുന്നു. വിഷമത്തോടെ തോമസ് അവർക്കൊപ്പം പോകാതെ തെരേസ ജോലി ചെയ്തിരുന്ന ആ ഒരു കെട്ടിടത്തിലേക്ക് നീങ്ങി. ഈ ഒരു സമയത്ത് തോമസ് അവയെ കാണാനിടയായി. അതോടെ അവൻ അവൾക്കു നേരെ തോക്കു ചൂണ്ടി. നീ സഹകരിച്ചാൽ സോംബി വൈറസിനെതിരായ മരുന്ന് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് അവ തോമസിനോട് പറഞ്ഞു. പരീക്ഷണങ്ങൾക്ക് കൊണ്ടുവന്നിരുന്ന കുട്ടികളെ വെറുതെ വിടണമെന്നും തൻ്റെ ശരീരം പരീക്ഷണത്തിനു തരാൻ താൻ തയ്യാറാണെന്നും തോമസ് അവയെ അറിയിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് അവിടേക്കെത്തിയ ജാൻസൺ അവയെ വെടിവെച്ച് കൊല്ലുകയാണ്. പിന്നീട് ഒരു സ്ട്രെച്ചറിൽ ബന്ധനസ്ഥനായ നിലയിലാണ് തോമസ് ഉണരുന്നത്. തെരേസ സെറമുണ്ടാക്കാനായി തോമസിൻ്റെ രക്തത്തിൻ്റെ സാമ്പിൾ എടുത്തു. എന്നാൽ ആ സെറം സാധാരണക്കാർക്ക് കൊടുക്കാൻ ജാൻസൺ തയ്യാറായിരുന്നില്ല. ശേഷം ജാൻസൺ പുതുതായി ഉണ്ടാക്കിയ സെറം തൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കാനൊരുങ്ങി. ഈ ഒരു സമയത്ത് തെരേസ ജാൻസനെ ആക്രമിച്ച് വീഴ്ത്തുകയാണ്. ഉടൻ തന്നെ അവൾ തോമസിനെ മോചിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് ജാൻസൺ തെരേസയെ ആക്രമിക്കുകയാണ്. സെറം കൈക്കലാക്കാനായി അവൻ തെരേസയെ ക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചു. അതോടെ തോമസ് ജാൻസനെ നേരിടാനെത്തി. ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം തന്നെ അരങ്ങേറി. ജാൻസൺ പിന്നീട് തൻ്റെ പക്കലുണ്ടായിരുന്ന തോക്കെടുത്ത് തോമസിനും തെരേസയ്ക്കും നേരെ ചൂണ്ടി. ഈ ഒരു സമയത്ത് വിമതർ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആ കെട്ടിടത്തെ ആക്രമിച്ചിരുന്നു. അതോടെ ജാൻസൺ വീഴുകയും തെരേസയും തോമസും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ്. ഇരുവരും പ്രാണരക്ഷാർത്ഥം അവിടെ സോംബികളെ പൂട്ടിയിട്ടിരുന്ന ഒരു ലാബിൽ കയറി ഒളിച്ചിരുന്നു. ഈ ഒരു സമയത്താണ് സ്ഫോടനത്തിൽപ്പെട്ട് തോമസിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വസ്തുത തെരേസ ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ അവരെ അന്വേഷിച്ച് ജാൻസനും അവിടേക്കെത്തി. അയാൾ തെരേസയെ കണ്ടെത്തുകയും അവളെ കൊലപ്പെടുത്താൻ ഒരുങ്ങുകയും ചെയ്തു. അതോടെ തോമസ് സോംബികളെ പൂട്ടിയിട്ടിരുന്ന റൂമിൻ്റെ ചില്ലുവാതിൽ തകർത്തു. അതോടുകൂടി പുറത്തേക്കെത്തിയ സോംബികൾ ജാൻസനെ പിടികൂടുകയാണ്. ഈ ഒരു തക്കത്തിന് തെരേസയും തോമസും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഓടി അവർ ആ ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലേക്കെത്തി. എന്നാൽ ഈ ഒരു സമയത്ത് ആ കെട്ടിടം പൂർണ്ണമായും കത്തിത്തുടങ്ങിയിരുന്നു. പ്രതീക്ഷ കൈവിട്ട തെരേസ താൻ ചെയ്ത തെറ്റുകൾക്ക് തോമസിനോട് ക്ഷമാപണം നടത്തി. അല്പസമയത്തിനകം തന്നെ തങ്ങൾ തട്ടിയെടുത്തിരുന്ന വിമാനവുമായി വിമതർ അവിടേക്കെത്തി. എന്നാൽ ശക്തമായ തീജ്വാല മൂലം അവർക്ക് വിമാനം അവിടേക്ക് അടുപ്പിക്കാനായി സാധിച്ചിരുന്നില്ല. ഈ ഒരു സമയത്ത് തൊട്ടപ്പുറത്തായി ഉണ്ടായിരുന്ന കെട്ടിടം തകർന്നു വീഴുകയും വിമാനത്തിന് കുലുക്കം സംഭവിക്കുകയും ചെയ്തിരുന്നു. തെരേസ തോമസിനെ വിമാനത്തിനു നേരെ തള്ളിയിടുകയും വിമതർക്ക് അവനെ രക്ഷിക്കാനായി സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അല്പസമയത്തിനകം തന്നെ തെരേസ നിന്നിരുന്ന ആ ഒരു കെട്ടിടം തകർന്നു വീഴുകയും അവൾ കൊല്ലപ്പെടുകയുമാണ്. ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ട് തോമസ് പൊട്ടിക്കരയുകയും ബോധരഹിതനാവുകയും ചെയ്തു. രക്ഷപ്പെട്ടവരെല്ലാം അവർ റിപ്പയർ ചെയ്ത് ശരിയാക്കിയിരുന്ന ആ ഒരു കപ്പലിൽ സുരക്ഷിതമായൊരു ദ്വീപിലേക്കെത്തി. അവിടെ അവർ തങ്ങളുടെ പുതിയ ജീവിതം ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന തോമസ് മ്യൂട്ട് തനിക്ക് കൈമാറിയിരുന്ന ആ ഒരു മാല പരിശോധിക്കുകയാണ്. അതിനകത്ത് നന്ദി പറഞ്ഞുകൊണ്ടുള്ള മ്യൂട്ടിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ജനങ്ങളെ നീ സംരക്ഷിക്കണമെന്ന് ആ ഒരു കത്തിൽ മ്യൂട്ട് പ്രതിപാദിച്ചിരുന്നു. അവർ അവിടെയുണ്ടായിരുന്ന പാറയിൽ പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നവരുടെ പേരുകൾ എഴുതി വെച്ചു. തോമസ് അവിടെ എഴുതിയിരുന്നത് തെരേസയുടെ പേരാണ്. തെരേസ നിർമ്മിച്ചിരുന്ന സോംബി വൈറസിനെതിരായ ആ ഒരു സെറം ഈ ഒരു സമയത്തും തോമസിൻ്റെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ വിഷമത്തോടെ തോമസ് കടൽ തീരത്തേക്ക് നോക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.